ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡാനിഷ് ടോക്സ്. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നത്. എൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് നല്ല അടിപൊളി യാത്ര, ഒരുപാട് ചിരിപ്പിക്കുന്ന മൊമെൻറ്റ്സും കുറേ എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോസും വിഷ്വൽസും ഇന്നത്തെ വ്ളോഗിലുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ കണ്ണൂർ വന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഒന്ന് ഇത് രാവിലെ തുടങ്ങിയ ഓട്ടാണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ പേരാമ്പ്രയിൽ നിന്ന് തുടങ്ങി യാത്ര. ഇത് കിലോമീറ്ററുകളോളം താണ്ടി ഞങ്ങളിവിടെ കണ്ണൂരെത്തിയതിന് ശേഷം ഫസ്റ്റ് ഞങ്ങളൊരു ക്ലബ്ബ് പോയി അവിടെയുള്ള ഫുൾ മാർഷൽ ആർട്സ് സ്റ്റഫ് മുഴുവൻ ചെയ്ത് കുറേ ട്രെയിൻ ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ വേറെ ക്ലബ്ബ് പോയി. അതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 4-5 വീഡിയോ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് ഇപ്പോൾ ഇത് ലാസ്റ്റ് സ്പോട്ടാണ്. ബേസിക്കലി എൻഡ് ഓഫ് ദ വ്ളോഗ്. ഇത് ലാസ്റ്റ് ഫുഡ് അടി, എന്നിട്ട് തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും അതെല്ലാം ഇന്നത്തെ വ്ളോഗിലുണ്ടാവും. പിന്നെ നമ്മളെ കൂടെ ഫിദാലുണ്ട്, ആദിലുണ്ട്, അഫാമുണ്ട്, മിത്തുണ്ട്, കണ്ണിലുണ്ണിയായ എബി ഉണ്ട്, എബി ഷാംസ്. നമ്മളുള്ളത് AMA അഥവാ ആർട്ട് ഓഫ് മോഷൻ ഫിറ്റ്നസ് ഹബ് ആൻഡ് കരാട്ടെ സെന്റർ ആണ്. ഇവിടെ കരാട്ടെ ഉണ്ട്, MMA ഉണ്ട്, റെസ്ലിംഗ് ഉണ്ട്, ജൂഡോ ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്, എല്ലാവിധ സംഭവവിശേഷങ്ങളും ഉണ്ട്. കലാപരമായിട്ടുള്ള കഴിവില്ലെങ്കിലും കായികപരമായിട്ടുള്ള കഴിവ് നേടിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് AMA. പിന്നെ ഇതാണ് ഇവിടെ ക്ലാസ് സ്റ്റഫൊക്കെ എല്ലാം കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ ഇത് നമ്മളെ എബി, എന്താ പറയാനുള്ള എബി മലയാളം. ഇനി നമുക്ക് സ്റ്റേറ്റ് സിൽവർ മെഡലിസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്ലറിനെ കാണാം. കമോൺ ഗൈസ്, ഇതാണ് റെസ്ലിംഗ് ചാമ്പ്. ഇപ്പോഴും റെസ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ വീഡിയോ എടുക്കട്ടോ. എടാ ഇങ്ങോട്ട് വാ, എന്റെ പേര് പറയും, പിന്നെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്. ഞാൻ റയാൻ. പിന്നെ എത്ര കാലം റെസ്ലിംഗ് ചെയ്യുന്നു? 2 കൊല്ലം. മാഷാ അല്ലാഹ്. പിന്നെ എത്ര വെയിറ്റിലായി ഇറങ്ങിയ സ്റ്റേറ്റ്? 86. റിസൾട്ട് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ പോയി. യെസ്. പിന്നെ ഈ ക്ലബില് വന്നിട്ട് എനിക്ക് എന്താ തോന്നിയത്? AMAയിൽ വന്നിട്ട് മര്യാദക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് AMA. ഓക്കെ. പിന്നെ റയാന ഇപ്പൊ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇപ്പം എൻ്റെ ചുവടുകൾ വെക്കുന്നത്. ഇനിയിപ്പം അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. യെസ്. 86 kg അടുത്ത വർഷം യൂണിവേഴ്സിറ്റി ഗോൾഡ് ചാമ്പ്യൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും അടുത്ത വർഷം ന്യൂസിൽ ഇവനുണ്ടാവും. റയാൻ 86 kg കാറ്റഗറിയിൽ റെസ്ലിംഗിൽ ഗോൾഡ് മെഡൽ ആയിട്ട്. അപ്പം റയാൻ, ഗുഡ് ലക്ക് ടു യു. ആൻഡ് എന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കളിക്കാം. ഇനിയാണ് ദാനിഷ് ടോക്സിന്റെ ജിംനാസ്റ്റിക്സ്. അടിപൊളി മൗണ്ടൈൻ ഡ്യൂ. ഷുഗർ കട്ടാണ്, പക്ഷെ എന്നാലും ഇന്നൊരു ദിവസം നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻ. എന്റെ മിത്തോ ആന്ന് പറയും, സബ്സ്ക്രൈബ് പറയും. ഗൈസ്, അടുത്തത് നമ്മളെ കണ്ണൂർ പോയിട്ട് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ട്രെയിനിങ് സെഷൻസ് ആണ്. കുറെ എന്റർടൈൻ ചെയ്യുന്ന മൂമെന്റ്സ് ഉണ്ട്. കിക്ക് ബോക്സിംഗ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ഓഫ് കണ്ണൂരിന്റെ സെക്രട്ടറിയാണ് ഞാൻ. നമ്മുടെ കീഴിൽ ബുഡോക്കാൻ ഫൈറ്റേഴ്സ് അക്കാദമിക്ക് വേണ്ടി ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹെഡ് കോച്ച് റസാഖ് അഹമ്മദാണ് ഇവിടെ എല്ലാ കോച്ചിങ്ങും നടത്തുന്നത്. ഹലോ ഗൈസ്, ബുഡോക്കാൻ ഫൈറ്റേഴ്സ് അക്കാദമിയുടെ സ്റ്റുഡൻസ് ആണ് ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. 3rd കണ്ണൂർ ഡിസ്ട്രിക്ട് കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ്റെ ക്യാമ്പിലാണ് ഇപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, നിങ്ങളുടെ സ്വന്തം ദാനിഷ് ടോക്സ് ഇപ്രാവശ്യത്തെ അസോസിയേഷൻ്റെ ബോക്സിംഗ് റിംഗിൽ ഞാനും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പാറിംഗ് സെഷൻസ് ആണിത്. ബേസിക്കലി ലിവർ പഞ്ച് ബോഡിക്ക് കൊണ്ടാൽ എത്രത്തോളം പെയിൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രെയിനിങ് സെഷൻസ് ആട്ടോ ഇത്.
ഹലോ ഗൈസ്, എൻ്റെ പേര് ദാനിഷ് റോഷൻ. അടുത്ത അസോസിയേഷന്റെ ബോക്സിംഗ് റിംഗിൽ ഞാനും ഇറങ്ങുന്നുണ്ട് ഒരു ഫൈറ്ററായിട്ട്. നിങ്ങൾ ആ ഫൈറ്റിംഗ് ജേണിയും ഡേ 30 ദിവസത്തിന്റെ ജേണി കാണാനും ഡേ 1 മുതൽ എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ എൻ്റെ ഇൻസ്റ്റ പേജ് ഫോളോ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ ഫുൾ ജേണി അതിൻ്റെ അകത്തുണ്ടാവും. ഡേ 1 മുതലുള്ള എൻ്റെ ജേണി അൺടിൽ ഡേ 30 ഫൈറ്റും ഫുൾ യൂട്യൂബിലുണ്ടാവും. എവറിബഡി ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ അടിക്കുന്ന ആൾക്കാർ ആ ഭാഗത്തുള്ള ആൾക്കാർ അടിക്കും. Come on. Yes. Yes. Okay, easy. 2, 3, 4. Everything. 1. Easy. Facing it closer. Back. 1. Face it back. Yes. 2, 3, 4, 5, 6, 7. Wow. Missile. പക്ഷെ നമ്മൾ കൂടെ പോയിരുന്നു. അടുത്തന്നെ പോയിരുന്നു. എന്തിനാ പവർ ഓൾറെഡി ഇതാണ് നമ്മുടെ മുത്ത് ബ്രോ അഫാം. അപ്പോൾ അഫാമിന് ഞാൻ കുറേ അടിച്ച് മാഷ് പറഞ്ഞതിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഫുൾ അടികൊള്ളാൻ റെഡി ആയിട്ടാണ് ഞാൻ. ഓപ്പോസിറ്റ് ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്ത് എന്തോ ഫുള്ള് പൊളി. പഞ്ച് നമ്പർ 1. കണ്ണ് വെട്ടാതെ അടി വൺ സൈഡ് അടിക്കുക. വൺ സൈഡല്ലേ കൗണ്ടറിൽ അടിക്കുക. ഇതെന്തോ ഒന്ന് തോണ്ടി ഇങ്ങനെ പോയിട്ട് കണക്കി 10 അടി ഗ്യാപ്പൊക്കെ അടിക്കുക. അടി പഠിക്കുക.
ഹലോ ഗൈസ്, അപ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ അടികൊള്ളുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക്കലി ഒരു ലിവർ പഞ്ച് വന്നാൽ എത്രത്തോളം വേദന ഉണ്ടാവുന്നു പിന്നെ അതെങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നും പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. Next up, I'm gonna begin on it now. I'm gonna begin on it.